നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പരമ്പരാഗതമായി വന്നിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരാരും അല്ല, പുതിയ തലമുറയിൽ നിന്നുള്ളവരുമല്ല. സാക്ഷാൽ അയ്യപ്പനാണ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ നോട്ടം ശബരിമലയിലേക്കായിരുന്നു. യുവതീ പ്രവേശം അനുവദിച്ചു. അതിലൂടെ ശബരിമലയിൽ വലിയ കലാപം തന്നെ ഉണ്ടാക്കി. യുവതീ പ്രവേശം നടത്തി, ക്ഷേത്രം അശുദ്ധികാരണം അടച്ച് ശുദ്ധികലശം നടത്തി. അത് തന്ത്രിയുടെ തീരുമാനത്തിനനുസരിച്ച്. പിന്നീട് 2019 കനത്ത പരാജയം CPM-ന്. 2021 അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും ശബരിമലയിലേക്ക്, അതായത് ശബരിമലയിൽ തൊട്ട് കളിച്ചത് ഹൈന്ദവ വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി, പാർട്ടിയിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു പ്രായച്ചിത്തം കൂടി ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന് കൂട്ടുപിടിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, ദേവസ്വം ബോർഡിൻ്റെ 75ാമത്തെ വർഷം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് എന്താണ്? ഈ അയ്യപ്പ സംഗമം വിശ്വതീർത്ഥാടനത്തിന് വേദി ഒരുങ്ങുന്നു എന്നാണ്. നല്ലതാണ്, വിശ്വതീർത്ഥാടനം ആകണം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ആ കാലഘട്ടത്തിൽ പറഞ്ഞു ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്ന്. ഈ വിശ്വതീർത്ഥാടനത്തിലേക്ക് പോകുന്ന ഈ പിണറായി വിജയൻ സർക്കാർ എന്നാൽ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നും നരേന്ദ്രമോദിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരണം എന്നും ആവശ്യം മുന്നോട്ട് വച്ചത് കേരളത്തിലെ BJP-യും ഹൈന്ദവ സംഘടനകളും ഹിന്ദു പരിഷത്തും ഇവരൊക്കെ തന്നെയാണ്. അല്ലാതെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രാധാന്യവും ഒരു മുൻഗണനയും നൽകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പിന്നിൽ സംശയിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ ഇവരൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമോ എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം 2016 പിണറായി വിജയൻ അധികാരമേറ്റ സമയത്ത് ആ വർഷത്തെ തീർത്ഥാടന വേളയ്ക്ക് മുമ്പായിട്ടുള്ള ഒരു അവലോകന യോഗം പമ്പയിൽ നടത്തുന്നു. അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രയാറാണ്. ആ അവലോകന യോഗത്തിൽ പമ്പയിൽ വെച്ച്, എന്നിട്ട് അവലോകന യോഗവും കഴിഞ്ഞ് പിണറായി മല കയറാൻ തീർച്ചപ്പെടുത്തുന്നു. ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രം 365 ദിവസവും തുറന്നുകൂടാ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്ന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി നൽകി. എന്തുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രം ഈ ചില തീർത്ഥാടന സമയം, അതിന് പ്രത്യേക അവസരങ്ങളിൽ മാത്രം തുറക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുത്തു. പിണറായി ഞെട്ടിപ്പോയി. കാര്യങ്ങൾ വിശദീകരിച്ചതിലല്ല, താൻ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി സംസാരിക്കാനുള്ള ആർജവം പ്രയാർ കാണിച്ചതാണ് മുഖ്യമന്ത്രി അരിശം കൊള്ളിച്ചത്. അതുകൊണ്ട് എന്തുണ്ടായി? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷമായിരുന്നു. പ്രയാറിനെ കാലാവധി തികപ്പിച്ചില്ല. പ്രസിഡന്റിന്റെ കാലാവധി 2 വർഷമാക്കി ചുരുക്കി അവിടെ നിന്ന് പ്രയാറിനെ ഇറക്കി. പിന്നീടാണ് പത്മകുമാർ വരുന്നത്. ഇപ്പോൾ ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആയിക്കൊള്ളട്ടെ, അത് മറ്റൊരു കാര്യം. പക്ഷേ പ്രയാർ അന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് പ്രയാർ നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല. പ്രയാർ മനസ്സിലാക്കിയത് എന്താണ്? ശബരിമല പിണറായി വിജയൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് 365 ദിവസവും തുറന്നുകൂടെ എന്നൊരു ചോദ്യം ഉന്നയിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് മല കയറാൻ സാധിച്ചില്ല. പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ പോന്നു. പിന്നീട് 2ാമത്തെ തവണയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പോയത്.
അവിടെ ക്ഷേത്ര തിരുമുറ്റത്ത് വരെ എത്തുകയും ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് തിരുമുറ്റത്ത് എത്തുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ വേറെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ ടൂറിസം സാധ്യതകളാണ് അവിടെ നോക്കിയതെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സാധാരണ ഭക്തന്മാരല്ല ഇവിടെ ഈ അയ്യപ്പ സംഗമത്തിൽ വരുന്നത് അത്രയും വൻകിട നിക്ഷേപകരും ബിസിനസ്സുകാരും മാത്രമാണ്. എന്തിനു വേണ്ടി? ഇപ്പോൾ പമ്പയിൽ നിന്ന് ഇനിയിപ്പോൾ റോപ്പ് വേ വരുന്നുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള ചരക്ക് നീക്കത്തിന് റോപ്പ് വേ ഉപയോഗിച്ചു കൊള്ളട്ടെ. ഇനിയും ഭാവിയിൽ എനിക്ക് തോന്നുന്നു 3-ാം വട്ടം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ പമ്പയിൽ നിന്നുള്ള പരമ്പരാഗത വഴിയായ നീലിമല, അപ്പാച്ചിമേട്, ഈ വൻമലകളൊക്കെ ഇടിച്ചു നിരത്തുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പമ്പയിൽ നിന്ന് ചെറുവാഹന സൗകര്യം സന്നിധാനത്തേക്ക് ഉണ്ടാക്കത്തക്ക രീതിയിൽ റോഡ് വഴി, ഇപ്പുറത്ത് സമാന്തരമായിട്ട് സ്വാമി അയ്യപ്പൻ റോഡുണ്ട്. പി സുബ്രഹ്മണ്യൻ നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ സിനിമയിൽ നിന്നുള്ള ലാഭവിഹിതം എടുത്തുണ്ടാക്കിയതാണ് സ്വാമി അയ്യപ്പൻ റോഡ്. അതുവഴിയാണ് ഈ ചരക്ക് നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ട്രാക്ടർ വഴി. അതിലാണല്ലോ നമ്മുടെ ADGP കടന്നുപോയത്, ട്രാക്ടറിൽ കയറിപ്പോയത്. കോടതി അദ്ദേഹത്തെ വിമർശിക്കുകയും അതുപോലെ ശാസിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തില് പരമ്പരാഗത വഴിയായ നീലിമലയും അപ്പാച്ചിമേടും കരിമലയും ഒക്കെ ഇടിച്ചു നിരത്തി അത് ടൂറിസ്റ്റുകളുടെ സൗകര്യത്തിന് മാറ്റുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ മുന്നോടിയല്ലേ ഇത്തരത്തിലുള്ള നിക്ഷേപകരെ കൊണ്ടുവന്നിട്ടുള്ള ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിൽ? ഇതിന് ഈ അയ്യപ്പ സംഘവുമായിട്ട് NSSും SNDPയും ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പന്തളം കൊട്ടാരം ഇതിന് പിന്തുണ കൊടുത്തിട്ടുമില്ല, ഈ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പന്തളം കൊട്ടാരം മുമ്പോട്ട് പറയുന്ന കാര്യം 2018 യുവതി പ്രവേശ സമയത്ത് നടത്തിയ സമരത്തിൽ, നാമജപഘോഷയാത്രയിൽ നടത്തിയ സമരത്തിലെ കേസുകൾ മുഴുവൻ പിൻവലിക്കണം. നിങ്ങളുടെ ഈ കപട ഭക്തിയുണ്ടല്ലോ, പിണറായി വിജയന്റെയും സംഘത്തിന്റെയും കപട ഭക്തിയാണ്. ജനങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഭക്തി കാണിക്കുകയാണ് നിങ്ങൾ. എൻ്റെ അയ്യപ്പനാണ് എന്നൊക്കെ പിണറായി വിജയൻ പറയാൻ കഴിയുമോ? അപ്പോൾ ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കുക. 1. 2, കോടതിയിൽ നിങ്ങൾ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഈ 2 കാര്യങ്ങളും ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. NSS പറഞ്ഞിരിക്കുന്ന ആചാരലംഘനം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. SNDP പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും പിണറായിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ ഒന്നും അത് കേൾക്കണമെന്നില്ല SNDP പ്രവർത്തകർ. പക്ഷേ എന്തായാലും പന്തളം കൊട്ടാരം എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണ്. പക്ഷെ പന്തളം കൊട്ടാരത്തിന് ഈ തീരുമാനം എടുത്താൽ പോലും അവർക്ക് ഈ സമയത്ത് അയ്യപ്പ സംഗമത്തിൽ കൊട്ടാരത്തിൽ നിന്ന് ആർക്കും പങ്കെടുക്കാൻ കഴിയില്ല. കാരണം കൊട്ടാരത്തിൽ 1-2 മരണം ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നും അവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 കാര്യങ്ങൾ അടിവരയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ആ 2 കാര്യങ്ങളാണ് പ്രധാനം. എന്നിട്ട് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിക്കൊള്ളൂ. പക്ഷെ ഈ അയ്യപ്പ സംഗമം 365 ദിവസവും തുറക്കാനുള്ള നീക്കത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിന് ഇടയാക്കും എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.